ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളില്ലേ കുറേ ആയി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട് കുറേ ആയി നമ്മളൊരു അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രശസ്തിയുള്ള ഒരു അമ്പലത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അമ്പലത്തിൻ്റെ പേര് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീതാദേവി ലവകുശ ക്ഷേത്രം. വയനാട്ടിലാണ്, വയനാട് പുൽപ്പള്ളിയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മളോട് പുതിയൊരു അതിഥി കൂടിയുണ്ട്, നമ്മുടെ ഉണ്ണിയേട്ടനുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു ചെറേൻ്റെ അടുത്താണ് ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പായസം കിട്ടി. ഇത് അശ്വന്താണ് നേരന്ന് വാങ്ങിയതാ അല്ലേ? ഇഞ്ച ദൈഹിക മുഖം നമ്പൂര് പറഞ്ഞു പോവല്ല ഉണ്ണിയെ പോവല്ല, അവിടെ നിൽക്കാന്ന് പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചു എന്താ തിരുമേനിയെന്ന് ചോദിച്ചു. എവിടെന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇങ്ങനെ കുറ്റ്യാടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്നാൽ എനിക്കൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് നിവേദ്യം കിട്ടി. ഇവൻ്റെ കരയെന്നൊരു മുഖവല് കണ്ട് ഇങ്ങനെ പായസം നോക്കിയിട്ട് അങ്ങനെ കൊടുത്ത അല്ല സത്യം ഉണ്ണിട്ടാ. എന്തായി പിടിക്കുക പിടിക്കുക പിടിക്കുക. ശരി മതി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള അമ്പലം കേട്ടോ, കാണാനുള്ള നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയേക്ക്. അപ്പോൾ ഉണ്ണിയേട്ടാ, എന്താ നിങ്ങളുടെ അഭിപ്രായം അമ്പലത്തിനെ പറ്റി? കല്യാണം നടക്കാത്ത ആൾക്കാരെല്ലാം നേരത്തെ വരുന്നാണെങ്കിൽ സെറ്റ് വൈബാ. കാരണം അങ്ങനെ കുട്ടികളുണ്ട് കേട്ടാ. അപ്പോൾ ഉണ്ണിയേട്ടന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങള് സെറ്റല്ല ഉണ്ണിയേട്ടാ, എന്താ അഭിപ്രായം? എനിക്കിട്ട് താങ്ങടാ. അടുത്ത എങ്ങോട്ടേക്കാ പോകുന്നത് നമ്മള്? അടുത്തത് ഇനിയിപ്പോ ദർശനം കഴിഞ്ഞില്ലേ, ഇനി ഭക്ഷണം. മജീഖാന്റെ KMS പോവാ. നല്ല പൊറാട്ടെ, മുരിഞ്ഞ പൊറാട്ടെ ബീഫും തമ്മിലൊരു യുദ്ധം കാണിച്ചു തരാം അടുത്തായിട്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ വന്നുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് KMSലേക്കാണ്. അപ്പോൾ അവിടെ നല്ല പൊറാട്ടയും ബീഫും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ടുള്ള ബാക്കി പരിപാടി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിതാ മജീദ് ഖാൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടാ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഉണ്ണിയേട്ടാ, എന്ത് തിരക്കുണ്ട്, നമ്മളിന്ന് കഴിച്ചിട്ടാ പോകുള്ളൂ. ഇത്രയും നമ്മളിവിടെ എങ്ങനെങ്കിലും തരുവാൻ പറയാം. പാർസൽ വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കും. കാരണം നമ്മൾ ആടുന്ന് ഇവിടത്തേക്ക് 15 കിലോമീറ്റർ നമ്മള് എങ്ങനെയെങ്കിലും കഴിക്കണം. വണ്ടിയുണ്ട്. ബീവറേജിൽ പോലും ഉണ്ണിയേട്ടൻ ഇതുപോലെ നിന്നില്ല. ഉണ്ണിയേട്ടാ പ്രീമിയം കൗണ്ടർ അല്ലേ ക്യൂ ഇല്ല ഇപ്പൊ. ആദ്യമായിട്ട് ഇങ്ങനെ ക്യൂ എല്ലാം നിന്നിട്ട് ഒരു ബീഫും പൊറോട്ടയും കഴിക്കും. ഭയങ്കര തിരക്കാണ്, നല്ല തിരക്ക് വെച്ചിട്ടുണ്ടോ ഇവിടെ എല്ലാം നല്ല ആളായി നിന്നിട്ടുണ്ട്. ഒരു പൊറാട്ടക്കും ഒരു ബീഫിനും വേണ്ടിയിട്ടല്ല ഇത്രയും ആളെയാണ് നിൽക്കുന്നത്. 6 പൊറോട്ട അല്ല 6 പത്തിരി 2 ബീഫ് കേട്ടോ. പഴംപൊരിണ്ടോ? പഴംപൊരി വെച്ചേട്ടാ. ഏകദേശം ഒരു 10 മണിയെല്ലാം ടൈമിൽ അവിടെ എത്തിയേട്ടാ. ഒന്നും പറയാനില്ല, ഫുഡ് നല്ല അടിപൊളി ഫുഡാട്ടാ. ഞങ്ങൾ മെയിനായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിയും ബീഫും പിന്നെ പൊറാട്ടയും കൂടിയും കഴിക്കേണ്ടിയിട്ടാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഏകദേശം തീർന്നു പോയിക്ക്. പൊറാട്ടയും പഴംപൊരിയും എല്ലാം തീർന്നു പോയിക്ക്. പിന്നെ ഇവിടെ തന്നെ വയനാടിൻ്റെ ഓതൻറ്റിക് ഫുഡായിട്ടുള്ള പത്തിരി, നെയ്പ്പത്തിരിയാണുള്ളത്. പിന്നെ നെയ്പ്പത്തിരിയും ബീഫും കൂടിയും കൂട്ടി അടിച്ച് സംഭവം ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാട്ടാ. ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ആളുണ്ട്. ഇവിടെ നിന്ന് തന്നെ കർണാടകയിൽ നിന്നുള്ള കുറേ ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നമ്മൾ വന്ന ടൈമിൽ തന്നെ നല്ല തിരക്കായതുകൊണ്ട് ക്യൂ എല്ലാം നിന്ന് നമ്മൾ കുറച്ച് നേരം. പിന്നെയാണ് ആടുള്ള ഏട്ടൻ പറയുന്നത് ക്യൂ നിന്ന് നിൽക്കണം, ഞങ്ങൾ അവിടെ ഇരുന്നാൽ മതി, നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യും നോക്കിയിട്ട് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആട്ടോ.
നമ്മുടെ പുൽപ്പള്ളിയിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ. വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരും നോക്കട്ടാ, കാരണം സൺഡേ ഒക്കെ വരുന്നതാണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു രാവിലെ കുറച്ചൊരു 8:30-9 മണി ടൈമിലെല്ലാം വരുന്നതാണ് നല്ലത്. പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ എന്താ പറയുക, ബീഫ് തീർന്നു പോയിട്ട് അത് ഇവിടെ ഒരു ദിവസം ഏകദേശം 80 കിലോൻ്റെ അടുത്ത് ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം വെച്ച സാധനം തീർന്നിട്ട് രണ്ടാമത് വീണ്ടും അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ആളുണ്ട് ഇവിടെ, തിരക്കുണ്ടെന്ന്. അപ്പോൾ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡാട്ടോ. അപ്പോൾ വയനാട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വരിക. അപ്പോൾ ഉണ്ണിയേട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ വരുന്നാണെങ്കിൽ ക്ഷമ വേണം. ക്ഷമ, അത് മെയിനായിട്ടാണ്. മസ്റ്റാണ് ക്ഷമ. നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഫുഡ് കിട്ടൂല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വെറുത്താ. ആ കാത്തു നിന്നുള്ള സാധനം ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടെ ചൂടുവെള്ളം മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഒരു പീടിയ. ആടെ നിന്നൊരു കുപ്പിവെള്ളം, തണുത്ത വെള്ളം വാങ്ങുന്നത് നല്ലതാട്ടാ. ക്ഷമ മെയിനാണ് അല്ലേ. പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ സങ്കടം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട്, മീൻകറി, ഒരു രക്ഷയില്ല. കാരണം ഞങ്ങള് പൊറാട്ടൻ്റെ കൂടെയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഞങ്ങൾക്ക് കപ്പ ഉണ്ട് ഇവിടെ. കപ്പ അതായത് കപ്പ പൊടിച്ചിട്ടുള്ള കപ്പ കുത്തിപ്പൊട്ടിക്കല്ല പൊടിച്ചിട്ട് സാധാ കപ്പ നമ്മള് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള. അതിൻ്റെ കൂടി ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടാ. ഞങ്ങൾക്ക് പിന്നെ തരുന്ന ആ സാധനം ഉണ്ട്. കുടംപുളിട്ട മുളകിന്റെ അതാ വേണ്ടു, അടിപൊളി ടേസ്റ്റാ. പിന്നെ സാധനം സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, മാക്സിമം നേരത്തെ വരും നോക്കല്ലേ, എന്നാലാണ് ഈ ഫുഡ് കിട്ടുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് അമ്പലവയല കേട്ടോ. ഇവിടെ ഒരു ഒലിവ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെക്കാർ നമ്മൾ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അധികം ട്രക്കിംഗ് ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമുക്ക് അവിടത്തേക്ക് പോവാണിപ്പോൾ. ഞങ്ങളുടെ മഞ്ഞപ്പാറ വീപ്പിൻ്റെ തായാണുള്ളത്. വണ്ടി അങ്ങോട്ട് പോലെ വെച്ച് വീട്ടിൽ വെച്ചാണ്. ഇതാ ഈ റോഡ് കണ്ട്, ഈ റോഡ് ഇങ്ങനെ കയറി പോകണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചെറുങ്ങനെ നടത്തം തുടങ്ങി. ചെന്നോട്ടെ എന്ന അവസ്ഥ. നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് വയറെല്ലാം കണ്ട ഫുള്ളായി. ഉണ്ണിയോട്ടെ വയറുണ്ടോ? ലാലി ലാലി സ്ലിം സ്ലിം. ഇതൊക്കെ ഒരുപാടൊന്നുമില്ല, കുറച്ചാളും 600 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് എൻ്റെ എത്തിയിട്ട് പക്ഷെ നമ്മൾ വണ്ടി കയറൂലടാ, കാരണം ഇത് ഭയങ്കര ഒരു കുത്തനെയുള്ള കോറ്റ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീങ്ങേരി മല കാണാട്ടാ. ഇതാ ഞങ്ങൾ കഴിഞ്ഞ ഒരു ട്രക്ക് ചെയ്ത മല, അത് ചീങ്ങേരി മല. ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ മഞ്ഞപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഇവിടെ 2 വ്യൂ പോയിന്റാണ് ഉള്ളത്. ഒന്നാമത്തെ വ്യൂ പോയിന്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ട്രക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രയാസമുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം പാറേൻ്റെ ഇടുക്കിൽ കൂടെ നമ്മൾ വരണം. കുറച്ച് തടിയുള്ള ആൾക്കാരാണെങ്കിൽ 2 പാറേൻ്റെ നടുവിലൂടെ നമുക്ക് വരേണ്ടത്. അപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. കാരണം എന്നെപ്പോലത്തെ തടിയുള്ള ആൾക്കാരാകുമ്പോൾ പ്രശ്നമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അമ്പലവയലിൽ നിന്ന് വെറും 4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഇവിടത്തേക്ക് 2 വ്യൂ പോയിന്റ്, അതായത് 2 വഴിയുണ്ട് ഇവിടത്തേക്ക്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ചുറ്റിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ റോഡ് വഴി താഴെ വരെ എത്തുന്ന രീതിയിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷനാണിത്. മാക്സിമം എന്താ ഈ ഒരു ലൊക്കേഷനിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. കേസ് ഇപ്പം ഞങ്ങൾ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റെ തായാണുള്ളത്. വീട്ടിലേക്ക് പോകുന്ന ഇത് ഞങ്ങളൊരു പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ്. ഇതാ നമ്മൾ ഉണ്ണിയാട്ടം പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാ, അങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കി ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഇതുവരെ പോയിക്കില്ല, ഫസ്റ്റ് അവിടെയെല്ലാം പോയത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യുക, മാക്സിമം പോകാൻ നോക്കുക. മെയിനായിട്ട് ആ KMS പോകട്ടോ. അവിടുത്തെ പൊറാട്ടയും ബീഫ് ഫ്രൈയും അടിപൊളി ടേസ്റ്റാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ മാക്സിമം എന്ത് ചെയ്യുക, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.